ഇസ്രയേലിനെ അമ്പരപ്പിച്ച ഇറാന് വൻതോതിൽ മിസൈൽ വേദക സംവിധാനങ്ങൾ ചൈന നൽകിയെന്ന വാർത്തയാണ്. ഇസ്രയേൽ ആക്രമണത്തിൽ 45 പലസ്തീനികൾ കൂടി കൊല്ലപ്പെട്ടു എന്ന വാർത്ത വരുമ്പോൾ അതിനോടൊപ്പം കൂട്ടി വായിക്കേണ്ട ഒരു വാർത്തയാണ് ചൈന വൻതോതിൽ ഇറാൻ ആയുധങ്ങൾ നൽകുന്നു എന്നുള്ളത്. ഇത് പരിശോധിക്കാൻ വി പി ജെയിംസ് വരുന്നു. ഗുഡ് മോർണിംഗ് വി പി ജെയിംസ്. ഗുഡ് മോർണിംഗ് ഹായ് 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 കോഴി അടിച്ചു വിടുന്നല്ലേ അടിച്ചു വിടുന്നല്ലേ. പി പി ജെയിംസ് വരുന്നു എന്ന് പറയുമ്പോൾ ആൾക്കാർ വിചാരിക്കില്ലേ പുലി ഇറങ്ങി എന്ന് പറയുന്നതിലുള്ളൊരു അവസ്ഥയല്ലേ. കേൾക്കുന്ന സുഖമുണ്ട്. അതല്ല, ബി പി ജെയിംസിന് വളരെ കാലം ഓർമ്മിക്കാൻ തക്ക ഒരു സാധനമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബി പി ജെയിംസ് വരുന്നു, നമ്മുടെ പോപ്പ്, മഹാനായ പോപ്പ് ഈ വഴി വരുന്നു എന്ന് പറയുന്ന പോലെയാണല്ലോ ബി പി വരുന്നു എന്ന് പറയുന്നത്. ഞാനൊരു പാവം മനുഷ്യനാണ് എസ്കേൻ. അത് മുഖത്ത് എഴുതി വെച്ചോളൂ. എസ്കേൻ, എന്തായാലും നമുക്ക് ഇസ്രായേലിലേക്ക് പോകാം. ഇസ്രായേൽ ഗസയിൽ വലിയ രീതിയിലുള്ള ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 45-ലേറെ പേർ ഈ മണിക്കൂറുകളിൽ കൊല്ലപ്പെട്ടതായിട്ടുള്ള വാർത്ത വരുന്നു. അതിനിടയിലാണ് ഒരുപക്ഷെ അമ്പരപ്പിക്കുന്ന ഒരു വാർത്ത വന്നിരിക്കുന്നത്. ഒരുപക്ഷെ ചൈന രഹസ്യമായി ഇറാനെ സഹായിക്കുന്നുണ്ടെന്നറിയാം. പക്ഷേ ഇപ്പോൾ പരസ്യമായിട്ട് അറിയുന്നത് ഇറാന് വലിയ തോതിൽ HBQ-9 എന്ന അവരുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മിസൈൽ വേദക സംവിധാനം ചൈന ഇറാന് വൻതോതിൽ നൽകിയിരിക്കുന്നതായിട്ട് റിപ്പോർട്ട് വരുന്നു. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കണം ഇറാൻ്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമനായി പറഞ്ഞത്, ഞങ്ങൾ വേണ്ടി വന്നാൽ ഇസ്രായേലിനെ ഇനിയും ആക്രമിക്കും, ഞങ്ങളോട് കാണിച്ചതൊന്നും ഞങ്ങൾ മറക്കാൻ പോകുന്നില്ലെന്ന് പറയാൻ ഒരു ബലം. അവരുടെ ആയുധങ്ങൾ പലയിടത്തും ആയുധപ്പുരകളൊക്കെ ബോംബിട്ട് നശിപ്പിച്ചു ഇസ്രായേലും, അതുപോലെ തന്നെ ആണവ നിലയങ്ങൾ അമേരിക്കയും. അപ്പോൾ അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ചൈന നൽകിയ ഒരു പുതിയ ഊർജം ഇറാന് ശക്തിയായിരിക്കുന്നുവെന്ന റിപ്പോർട്ടുകളാണ് വരുന്നത്. ചൈനയും ഇറാനും വടക്കൻ കൊറിയയും റഷ്യയും തമ്മിൽ ഒരു അച്ചുതണ്ടുണ്ട് എന്നറിയാവുന്നതാണ്. പക്ഷേ ഇത്ര ധൈര്യപൂർവ്വം ചൈന ഇങ്ങനെ ഇത്രയും മിസൈൽ വേദക സംവിധാനങ്ങൾ നൽകുമെന്ന് അറിയില്ലായിരുന്നു. എസ്കേൻ, ഒരു കാര്യം കൂടി ഉള്ളത്, ഈ HBQ-9 എന്ന് പറയുന്ന മിസൈൽ വേദക സംവിധാനം പാകിസ്ഥാന് ചൈന നൽകിയതാണ്. ഇന്ത്യയുമായുള്ള ഏറ്റുമുട്ടലിൽ ഇന്ത്യ നമ്മുടെ ബ്രഹ്മോസ് മിസൈലുകളൊക്കെ വെച്ച് തകർത്ത് കളഞ്ഞത് ചൈനയുടെ ഈ മിസൈൽ വേദക സംവിധാനത്തെ കൂടിയാണ് എന്ന് ഈ അവസരത്തിൽ ഓർക്കേണ്ടതുണ്ട്. എന്തായാലും ഇസ്രായേൽ കയറി ഗസയിൽ നടത്തുന്ന ആക്രമണത്തെക്കുറിച്ച് അതിശക്തമായിട്ടുള്ള വിമർശനങ്ങൾ ഐക്യരാഷ്ട്ര സഭയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നുണ്ട്. അവിടുത്തെ ഫിലിപ്പി ലസറിനി എന്ന UN-ന്റെ ദുരിതാശ്വാസ ഏജൻസിയുടെ തലവൻ പറഞ്ഞിരിക്കുന്നത് അവിടെ ഗസ കുട്ടികളുടെ ശവപ്പറമ്പായി മാറിയിരിക്കുന്നുവെന്നാണ്. ഇറ്റ്സ് എ ഗ്രേവ് യാർഡ് ഓഫ് ചിൽഡ്രൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത്രമാത്രം കുഞ്ഞുങ്ങളാണ് അവിടെ കൊല്ലപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ 20 മാസത്തിനുള്ളിൽ 20,000-ഓളം കുഞ്ഞുങ്ങൾ അവിടെ കൊല്ലപ്പെട്ടിരിക്കുന്നു. കഴിഞ്ഞ മണിക്കൂറുകളിലും ഭക്ഷണത്തിന് വേണ്ടി കാത്തുനിന്ന കുട്ടികളും സ്ത്രീകൾക്കുമേലെ ബോംബ് വർഷമുണ്ടായി, അവർ കൊല്ലപ്പെട്ടു. ഇതിനെക്കുറിച്ചുള്ള വലിയ രീതിയിലുള്ള എതിർപ്പുകൾ ഉണ്ടാകുന്നുണ്ട്. വെടിനിർത്തൽ ചർച്ചകൾ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. ഇസ്രായേൽ സേന പിന്മാറണമെന്ന് ഹമാസും പിന്മാറില്ലെന്ന് ഇസ്രായേലും പറയുന്നു. ഹമാസ് കീഴടങ്ങണമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നു. എന്തായാലും ഇതിനിടയിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ ഒരു പക്ഷേ വെടിനിർത്തൽ 60 ദിവസത്തേക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇസ്രായേൽ പ്രധാനമന്ത്രി പറയുന്നത് വെടിനിർത്തൽ ഉണ്ടായാലും ഹമാസ് കീഴടങ്ങുന്നത് വരെ ഞങ്ങൾ ഈ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകും എന്ന് തന്നെയാണ്. ഒപ്പം തന്നെ ഈ ചെങ്കടലിൽ വലിയ ആക്രമണം ഇപ്പോഴും നടക്കുന്നുണ്ട്. ഹൂതികൾക്കെതിരെ വലിയ രീതിയിലുള്ള ആക്രമണം അമേരിക്കയും ഇസ്രായേലും അയച്ചുവിട്ടിട്ടുണ്ട്. പക്ഷേ ഹൂതികൾ കീഴടങ്ങുന്നില്ല. എസ്കേൻ, അവിടുത്തെ ഒരു വളരെ കൗതുകരമായിട്ടുള്ളൊരു വാർത്ത വരുന്നത്, അവിടെ പോകുന്ന കപ്പലുകളൊക്കെ മൈക്ക് വെച്ച് കെട്ടി വിളിച്ചു പറയുകയാണ്, ഞങ്ങൾ ഇന്ന രാജ്യത്തു നിന്നുള്ള കപ്പലാണ്, ഇതിലുള്ളവരെല്ലാം ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ടതാണ്, നിങ്ങൾ ആക്രമിക്കരുത് എന്ന് പറയേണ്ട അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. കാരണം ഇത് ഏറ്റവും ഷോർട്ടസ്റ്റ് റൂട്ടാണ്. ദശലക്ഷക്കണക്കിന് കോടിയുടെ വാണിജ്യ ഇത് കൊണ്ടുപോകുന്ന റൂട്ടിലാണ് ഈ ഹൂതികൾ കയറി വലിയ ആക്രമണം നടത്തുന്നത്. അവർ ഗസയ്ക്കുള്ള പിന്തുണയായിട്ടാണ് ഈ ആക്രമണം നടത്തുന്നത്. എസ്കേൻ.